ഇപ്പോൾ ഞങ്ങളിപ്പോൾ ശോഭാ സിറ്റിയുടെ അകത്തേക്ക് പോവാണ്. വന്നിട്ടുണ്ട് എങ്കിലിപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് ഇതുവരെ അങ്ങ് പുറത്തൊന്നും പോവാതെ നിൽക്കായിരുന്നു. അപ്പോൾ എന്തായാലും പിള്ളേർ വന്നേക്കാലോ, അപ്പോൾ വെറുതെ പോവാന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എങ്ങടേക്കാണ് പോവാന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലവും കിട്ടണില്ല. വേറെ ഒന്നല്ല, നമുക്ക് പാർക്കിലേക്കോ ഒക്കെ പോകാനൊരിത്, കാരണം ആൾക്കാരെങ്കിലുമൊക്കെ ഉണ്ടായാലോ. ശോഭാ സിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ അധികം ആൾക്കാർ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും തിരക്കുണ്ടായില്ല. പിന്നെ ഇപ്പോൾ അധികം മാത്രം തിരക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ എന്തായാലും ഇവിടെ തന്നെ പോവാന്ന് വിചാരിച്ചു. ഇക്കുച്ച് നടക്കാണാ? ഇക്കുച്ചേ നടക്കാണാ? നീ ചേച്ചി എടുക്കും മോനെ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് വെറുതെ ഒന്ന് കറങ്ങുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തി. അവിടെ എത്തുമ്പോൾ അവിടെ ആളുകൾ ഇരിപ്പുണ്ട്, കൊറോണ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി. പിന്നെ ഓരോ ഷോപ്പുകളിലൊക്കെ കയറി ഓരോന്ന് കണ്ടു. എൻ്റെ കൂടെ വന്നങ്ങളെ കാണാനില്ല. ഇവിടെ ഉണ്ട്. ഹലോ ഡിയേഴ്സ്, നിങ്ങളിങ്ങനെ പോവാണോ? കൊച്ചിനൊക്കെ വരണ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോണേ. നമ്മളിവിടെ അധികം ആൾക്കാരുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നടക്കാം, കൊറോണയുടെ ഇതുള്ള കാരണം. ഞാനും മാളും കൂടി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബിസ്മിയായിട്ട് വന്നിട്ടില്ല, മാളുമായിട്ട് വന്നിട്ടുണ്ട്. മാളും പിന്നെ ഷീല ചേച്ചി, മാളുവിൻ്റെ അമ്മയായിട്ട് വന്നിട്ടുണ്ട്, നാത്തൂനായിട്ട് വന്നിട്ടുണ്ട്. അതെപ്പോഴാണ് എനിക്ക് ഞാനൊരു 7 മാസം എന്തോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തായിരുന്നു. 6-7 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത്, അതായത് 2 വർഷം മുൻപ് നവംബറിൽ തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ബിസ്മിയും കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പോവാമെന്ന് കരുതി. ഈ ലിപ്സ്റ്റിക്കിനൊക്കെ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 2 വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നെയിൽ പോളിഷ് ഫ്രീ എന്നുള്ളത്. ഇത് ലാക്മേയുടെയാണ്. 2 വാങ്ങിയാൽ 1 ഫ്രീ എന്നുള്ളൊരു ഓഫറായിരുന്നു. അടുത്ത കട തെണ്ടാൻ പോവാണ്. ബൈക്കിൽ കഴിഞ്ഞ വേറെ ഒന്നും എനിക്കറിയില്ല. ഇതിൻ്റെ എത്ര രൂപയാണ്? 38,000. ഇതിൻ്റെ വേറെ പീസ് പോയിട്ടുണ്ട്, ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? വാങ്ങിക്കാറുണ്ട്.
അല്ല വലിയ വലിയ വീട്ടുകാരൊക്കെ വാങ്ങിക്കാൻ ആ വയ്ക്കാം അങ്ങനെ ഉപയോഗിക്കാം. ഇതിൽ തന്നെ 3 ലാംഗ്വേജ് ഉണ്ട്. ഹിന്ദി, ഇംഗ്ലീഷ്, സാൻസ്ക്രിറ്റ്. ഒരു പേജിൽ തന്നെ ഇപ്പോൾ എത്ര ഹിന്ദി എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാൻസ്ക്രിറ്റ് അതന്നെ ഒരു 38,000 രൂപയുള്ളൂ കേട്ടോ. വാങ്ങിക്കേണ്ടവർക്ക് ഇടന്ന് വാങ്ങിക്കും. അയ്യോ ഇത് പിടിക്കുന്നത് എനിക്കെടുക്ക ഐശോണിക്ക് ഇഷ്ടമില്ലാത്ത മൂടുന്നു. ഇവിടെ നോക്കട്ടെ, ഇതിൽ കയറിക്കാൻ ഒളിച്ചേ ഒളിച്ചേ ചീത്ത പറയുമ്പോ ഈടുവാ ചീത്ത പറയും, ചീത്ത പറയുമ്പോ ഇത് പണിയാക്കി തരുന്ന പറ്റോ. ബുദ്ധിമുട്ടൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് അവളെടുക്കട്ടെ എനിക്ക് തന്നെ. കേറാം, ഫോട്ടോ എടുക്കട്ടെ. ഇന്ന് ഞങ്ങൾ നമ്മുടെ പാസ്ത പിസ്സ, ഡോമിനോസിൻ്റെ പാസ്ത പിസ്സ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, അതൊന്ന് കഴിച്ചു നോക്കി. ചിക്കൻ പാസ്ത പിസ്സ എനിക്കും മിക്കൂസിനും നല്ല ഇഷ്ടമായി. അവൻ ചോദിച്ച് വാങ്ങണ്ടായിരുന്നു. മാളുവിനും ബിസ്മിക്കും അത് അത്ര ഇഷ്ടമായില്ല. കുഴപ്പമില്ല എന്ന് മാത്രം. അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഇതും കഴിച്ച് പിന്നെ ഞങ്ങൾ താഴേക്ക് പോയായിരുന്നു. കൂടുതൽ നേരം പിന്നെ ഇവിടെ ചുറ്റിക്കറങ്ങിയില്ല. മിക്കൂസിനാണ് ഇത് നല്ല ഇഷ്ടമായത് കേട്ടോ. അവൻ പിന്നെയും താത്താന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു വാങ്ങി. നോക്കിയിരിക്കുകയാണ് ആൾ എന്തുട്ടാ ചെയ്യണേന്നുള്ളത്. വേഗം കൈക്കലാക്കാനൊക്കെ നോക്കണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ.
ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഇങ്ങനെ ഇത് പുതിയത് ഇറക്കിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളന്ന് ഇത് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇത് നോർമലായിട്ടുള്ളത് വാങ്ങിച്ചത്, സൈസ് നോർമലായിട്ട് ഓർഡിനറി ആയിട്ടുള്ളത് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് തോന്നി അത് തന്നെ വാങ്ങിച്ചത് കൂടുതലായിരുന്നു. കാരണം അവർ കഴിക്കണുണ്ടായിരുന്നില്ല. ആഗ്രഹിച്ചൊക്കെ വാങ്ങിച്ചതാണ്. പക്ഷെ ഒരു പീസ് കഴിഞ്ഞപ്പോഴേക്കും അവർ മടുത്ത്. അപ്പോൾ വലുത് വാങ്ങിക്കാണ്ടിരുന്ന ഭാഗ്യമൊന്നായി. അങ്ങനെ കുഴപ്പമില്ല സംഭവം. അത്രയും അത് പറഞ്ഞതാ, അത് കുഴപ്പമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ മുകളിൽ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ നിക്കൂസ് വാശി പിടിച്ചു. അപ്പോൾ അവനെ കൊണ്ടുപോയപ്പോൾ അത് ഉറക്കിയതല്ല, അവനുറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾ ചുമ്മാ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോവാണ് അല്ലേ. നമുക്ക് ഫെജി പോകണം. ഫെജി പോയിട്ട് കുറച്ച് ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫെജിയിലേക്ക് പോവാം. ഈ താരാട്ടുപാട്ട് എന്താണ്? താരാട്ടുപാട്ട് ബസ് സ്റ്റാൻഡ്, താരാട്ടുപാട്ട് ബസ് സ്റ്റാൻഡ്. ഇങ്ങോട്ട് കയറി വരിലേക്ക് കിട്ടലില്ല. നോക്ക് വന്നിട്ട് തിന്നാൻ പറ്റുന്ന ഇങ്ങനെ പിടിച്ചിട്ട് നല്ലൊരു കാഴ്ച കാണിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മരത്തുമ്പോൾ ഇരുന്ന നീർക്കാക്ക മുഴുവൻ ഇപ്പോൾ ഇവിടെ കുളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചിറയില്ലേ, നമ്മുടെ വീടിൻ്റെ മേലായിട്ടൊരു ചിറയുടെ അവിടെ അങ്ങനെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ കുളിക്കാൻ വന്ന് നിൽക്കണം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണില്ല, അതിൽ ബാക്ക്ഗ്രൗണ്ട് സീനറി ഒക്കെ ആയിട്ട് ഏതാ നമ്മുടെ കല്യാണ വീഡിയോകൾക്കൊക്കെ പണ്ട് കാണില്ലേ, അപ്പോൾ അതിൽ ഉള്ള പോലെ നല്ല ഭംഗിയിൽ ഈ നീർക്കാക്കകൾ പറന്ന് വന്ന് കുളിക്കണ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതും കുറച്ചൊന്നല്ല, എന്തോരാ വന്ന് ഇങ്ങനെ പറന്ന് നടക്കായിരുന്നു വെള്ളത്തിൽ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത്രയും നീർക്കാക്കനെ ഞാൻ ഒരുമിച്ചാണ് കാണുന്നത്. ഇങ്ങനെ ചിറയിലോ ഒന്നോ രണ്ടെണ്ണത്തിനെ ഞാൻ കാണുന്നല്ലാണ്ട് ഇത്രയത്തിനും ഒരുമിച്ചായിട്ടാണ് കാണുന്നത്. അതാ പറന്ന് അങ്ങനെ ആ വെള്ളം തെറ്റിച്ച് ഇങ്ങനെ പോണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഇത് കനാലാന്ന് തോന്നുന്നു. ആ കനാലിൻ്റെ ഇത് പറയുകയാണെങ്കിൽ പണ്ട് ഇതാകെ ചെളി പിടിച്ച് ഭയങ്കര മോശമായിട്ട് കിടന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെ ഈ ശോഭാ സിറ്റിയും ഇതൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിത് ഇത്ര ഭംഗിയാക്കിയെന്ന് കേട്ടോ. അതിന് മുന്നേ ഭയങ്കര സ്മെല്ലോ അങ്ങനെ ഇതൊക്കെ ആയിരുന്നു. പോവാം നമുക്ക് നേരെ ഫെജിയിലേക്ക്. മോൻ ഫെജിയിലേക്ക് പോവാം. നല്ല രസമുണ്ടായിരുന്നു. അത് നിങ്ങൾ കുളിക്കണതറി. തൃശ്ശൂർ ഹൈ റോഡിലുള്ള ഫെജി എന്ന് പറയുന്ന ഷോപ്പ് ഒരുവിധം തൃശ്ശൂർക്കാർക്കൊക്കെ അറിയേണ്ടതാണ്. ഇവിടെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നെ ഈ സ്ഥലം അറിയായിരിക്കും. കാരണം എല്ലാ തരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതും നല്ല വിലക്കുറവിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിന് നമുക്ക് കിട്ടുകയും ചെയ്യും ഇവിടുന്ന് സാധനങ്ങൾ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി മുന്നൊരു പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടായില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കിയില്ല. അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടിട്ട് നമ്മൾ കാണുമ്പോൾ ഈ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ കണ്ണ് തള്ളിപ്പോവും. അങ്ങനെയാണ്. ഇത് അതിനടുത്തുള്ള ഷോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഫെജിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ വാങ്ങിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് സ്റ്റാറായിരുന്നു. എനിക്ക് പേപ്പറിൻ്റെ ഇപ്പോൾ എല്ലാവരും LED ലൈറ്റിൻ്റെ സ്റ്റാറില്ല, എനിക്കത് അത്ര ഇഷ്ടമില്ല. പേപ്പറിൻ്റെ സ്റ്റാർ തന്നെ വേണമെന്നായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്നൊരു വൈറ്റ് കളർ സ്റ്റാറാണ് വാങ്ങിച്ചത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ലാസ്റ്റ് ഏത് കളർ വീഡിയോ ഇട്ടണമെന്ന് അല്ലെങ്കിൽ ഏത് കളർ സ്റ്റാർ ഇട്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടാനുള്ള ലൈറ്റ് നമ്മുടെ മാല ബൾബൊക്കെ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ്. 2 തരത്തിലുള്ള 2 വാങ്ങിച്ചു. ഒന്ന് വാം ലൈറ്റ് ആയിട്ടുള്ളതും വാങ്ങിച്ചു, ഫെയറി ലൈറ്റ് വാങ്ങിച്ചു. പിന്നെ മിക്സഡ് ആയിട്ടുള്ളത് നമ്മൾ ക്രിസ്മസ് ട്രീം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു. ഇത് 2 വാങ്ങിച്ചത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഞാൻ വാങ്ങിച്ചതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലീഫൊക്കെ വാങ്ങിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കട ഇതും ഒരു ഹോൾസെയിൽ കടയാന്ന് തോന്നുന്നു. ഒത്തിരി സാധനങ്ങൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ശകുന്തള വെഡ്ഡിങ് സാരി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷേക്കും കഴിച്ച് പതുക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞങ്ങൾ കറങ്ങിയതും കഴിച്ചതും ഒക്കെ ഇതൊക്കെയാണ്. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒരു കപ്പലണ്ടിയും കൂടി കുറിച്ചിട്ട് നമുക്ക് പോവാം കേട്ടോ. ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.